ഈ വർഷം ഏറ്റവും മോശമായിട്ടുള്ള ഒരു നക്ഷത്രം വന്നിരിക്കുന്നതെന്ന് പറയുന്നത് വെസ്റ്റിലാണ്, അതായത് പടിഞ്ഞാറ് വശത്താണ്. അത് നമുക്ക് വീട്ടിലായാലും ശരി തന്നെ, ഫ്ലാറ്റിലായാലും ശരി തന്നെ, ഓഫീസിലും ഷോപ്പിലും ഒക്കെ ഈ സ്ഥലത്ത് തന്നെയാണ് ഈ നക്ഷത്രം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ടോട്ടൽ ലോസാണ്. അപ്പോൾ ഇവിടെ പ്രധാന ഡോറോ ബെഡ്റൂമോ വന്നിറക്കുന്നവർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതലാണ്. അപ്പോൾ ബെഡ്റൂം വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിൽ മറ്റ് ബെഡ്റൂമുകൾ ഉണ്ടെങ്കിൽ ഈ ബെഡ്റൂമിൽ നിന്നും ഈ ഒരു വർഷക്കാലത്തേക്ക് ഒന്ന് മാറിക്കിടക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതല്ല, നിങ്ങൾക്ക് ഈ റൂം അല്ലാതെ മറ്റൊരു റൂം ഇല്ല എങ്കിൽ ആ ഭാഗത്ത് ഒരു 5 എലമെന്റ് പഗോഡ വയ്ക്കുക, ബ്രാസ് ഐറ്റംസ് വയ്ക്കുക, സാൾട്ട് വാട്ടർ ക്യൂർ ചെയ്യുക, 6 റോഡ് വിൻചയം ഉപയോഗിക്കുക. ഇതൊക്കെ അതിന് പരിഹാരങ്ങളായി ഫുങ്ഷുവിൽ കണക്കാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മോശപ്പെട്ട മറ്റൊരു ദിക്കാണെന്നുണ്ടെങ്കിൽ സൗത്തിലാണ്. സൗത്തിൽ 7 എന്ന് പറയുന്ന ഒരു സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. 7 എന്ന് പറയുന്നത് പറ്റിപ്പിന്റെ ഒരു നക്ഷത്രമാണ്. പറ്റിപ്പ്, മെറ്റൽ കൊണ്ടുണ്ടാവുന്ന മുറിവുകൾ, സർജറി, ഇതിനൊക്കെ ഒരു സാധ്യത ഉള്ള ഒരു സ്റ്റാറാണ് തെക്ക് ഭാഗത്ത് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഈ രീതിയിൽ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് നമുക്ക് ഒരു ബ്ലൂ കർട്ടൺ അല്ലെങ്കിൽ ബ്ലൂ മാറ്റ് തെക്ക് ഭാഗത്ത് ഇടുന്നത് നല്ലതാണ്. അവിടുത്തെ ആ ഒരു മെറ്റൽ എനർജിയെ സ്വാഭാവികമായും വീക്കാക്കാനായിട്ട് ഈ ഒരു ബ്ലൂ കളർ സഹായിക്കും. ഒരുപാട് ഓവർ ചെയ്യല്, കാരണം എന്ന് പറഞ്ഞാൽ സൗത്ത് ആണ് ഡയറക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടതുണ്ട്. അപ്പോൾ സൗത്തിലെ എലമെന്റ് ഏതാണ്? സൗത്തിലെ എലമെന്റ് ഫയർ ആണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കളർ സ്കീം ഏതിൻ്റെയാണ്? വാട്ടറിൻ്റെയാണ്. അപ്പോൾ അത് നമ്മളൊന്ന് വളരെ ശ്രദ്ധിച്ച് അതൊന്ന് നോക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. അപ്പോൾ അതവിടെ വെക്കുന്നത് നമുക്ക് ഈ പറയുന്ന പറ്റിപ്പ്, കടബാധ്യതകളൊക്കെ വരാതിരിക്കാനായിട്ട് ഈ ഒരു ടൂള് നമ്മളെ സഹായിക്കും. അടുത്ത ഒരു ടൂള് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ബ്രഹ്മസ്ഥാനമാണ്. ബ്രഹ്മസ്ഥാനത്ത് ഈ വർഷം നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 3 ആണ്. 3 എന്ന് പറയുന്നത് പിന്നെ കേസ്, വഴക്ക്, കോടതി പ്രശ്നങ്ങൾ, അത് കഴിഞ്ഞിട്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹം, ഇതിനൊക്കെ സാധ്യത ഉള്ള ഒരു സ്റ്റാറാണ് വീട്ടിൻ്റെ മധ്യഭാഗത്ത് വരുന്നത്. അത് ആ സ്റ്റാർ 3 ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ദോഷം നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് നിങ്ങൾക്കൊരു റെഡ് കളർ സ്കീം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വലിയൊരു ബണ്ടിൽ പിന്നെ ഫ്ലവർ, റെഡ് ഫ്ലവർ, മറ്റേ അതിനകത്ത് ഗ്രീൻ കളർ ഒന്നും വേണ്ട, ഓൺലി റെഡ് മാത്രമുള്ള ഇതാണ് വെക്കുന്നതും, സെൻട്രൽ ഒരു ടീപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ അത് വെക്കുന്നതും ആ ഒരു ദോഷം പരിഹരിക്കാനായിട്ട് നല്ലതാണ്. അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു വലിയ റെഡ് മാറ്റ് തന്നെ സെൻട്രൽ ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ ഈ ദിക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.